പരിണയം. അടുത്ത ദിവസം കാലത്തെ തന്നെ ആരോഹി ഉണർന്നു. ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ വസുധ ഉറക്കം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഹി അവർ 3 പേർക്കുമുള്ള കോഫി ഉണ്ടാക്കി. അവൾക്കുള്ളത് മാത്രം കപ്പിലേക്ക് പകർന്നെടുത്തുകൊണ്ട് ബാക്കി ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ചു. ഇന്നാണ് അക്ഷയോടൊപ്പം മന്ത്രകൂടി എടുക്കാൻ പോകുന്നത്. അതോർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. കോഫിയും കുടിച്ച് ആരോഹിയിരിക്കുന്ന നേരത്താണ് വസുധ ഉറക്കമുണർന്നത്. ആഹാ, മോളിന്ന് നേരത്തെ എഴുന്നേറ്റോ? കിടന്നിട്ട് ഉറക്കം വന്നില്ലമ്മേ. എന്തു പറ്റി? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? ഏയ് ഇല്ല. ഇന്ന് മന്ത്രകൂടി എടുക്കാൻ പോകുന്ന ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ കരുതി റെഡിയായി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന്. എല്ലാം നല്ലൊരു തുടക്കമാകട്ടെ. അപ്പോഴേക്കും അച്ചുവേട്ടൻ വരും കൂട്ടിക്കൊണ്ടു പോകാൻ. പെട്ടെന്ന് ആരോഹിയുടെ നാവിൽ നിന്ന് അച്ചുവേട്ടൻ എന്ന് കേട്ടതും വസുധ അവളെ അല്പം സംശയത്തോടെ നോക്കി. നോക്കണ്ട, എന്നോട് സാറ് തന്നെയാ പറഞ്ഞത് ഇനി സാറെന്നൊന്നും വിളിക്കണ്ടെന്ന്. പിന്നെ എനിക്കിഷ്ടമുള്ളത് വിളിച്ചോളാനും പറഞ്ഞു. അവളുടെ ആ സംസാരം കേട്ടതും വസുധ അറിയാതെ ചിരിച്ചുപോയി. എങ്കിൽ പിന്നെ വേഗം കാപ്പി കുടിച്ച് റെഡിയായി ക്ഷേത്രത്തിൽ പോ. അധികം താമസിക്കണ്ട, അച്ചോട്ട് പേരില്ലേ. അവർ പറയുന്നത് കേട്ട് തെല്ലൊരു കുറുമ്പോട് ആരോഹി അമ്മയെ നോക്കി. പോയി കുളിക്കു കൂട്ടി, നേരം പോകൂട്ടോ. ഒന്ന് മൂളിക്കൊണ്ട് അവൾ എണീറ്റു. ആരോഹി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയി കുളിച്ചിറങ്ങി വന്നു. നനഞ്ഞ മുടി ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയെടുത്തു. ഒരു ഡീപ്പ് മെറൂൺ കളറിലെ സിമ്പിൾ അനാർക്കലി എടുത്തിട്ടു. നെറ്റിയിലൊരു കുഞ്ഞി കറുത്ത പൊട്ടും അതരങ്ങളിൽ മാത്രം അല്പം ലിപ്സ്റ്റിക്ക്. ആരോഹിയുടെ ഒരുക്കം പൂർണ്ണമായി. കണ്ണാടിയിൽ കണ്ട സ്വന്തം പ്രതിബിംബത്തിലേക്ക് ഒന്ന് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവൾ താഴേക്ക് നടന്നു. പിന്നെ വസ്തുതയോട് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി. വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രമായതിനാൽ നടന്നാണ് അവൾ പോയത്. കണ്ണിന്റെ മുമ്പിൽ ചെന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. തന്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണ്. ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി നടക്കി വലം വെച്ചവൾ തിരികെ വീട്ടിലേക്ക് തന്നെ നടന്നു. ആരോഗ്യ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് അക്ഷതിന്റെ കാർ അവിടേക്ക് വന്നത്. വസുതയോടും വാസുദേവനോടും യാത്ര പറഞ്ഞുകൊണ്ട് ആരോഹി അക്ഷതിനൊപ്പം പോയി. കാറിലേക്ക് കയറിയ ആരോഹി കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി അക്ഷിത്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇന്ന് തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അക്ഷിത് അത് പറഞ്ഞപ്പോ ആരോഹിയുടെ ചുടികളിൽ ഒരു ചിരി വിടർന്നു. അവന്റെ കണ്ണുകൾ തങ്ങി നിന്നത് അവളുടെ നെറ്റിയിലെ വെള്ളമയം മാറാത്ത ചന്ദനക്കുറിയിലായിരുന്നു. ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ ഷോപ്പിലെത്താൻ ലേറ്റാവില്ലേ? അക്ഷിത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടതും മെല്ലെ ആരോഹി അവന്റെ കൈത്തണ്ടയിലൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ഒരു കള്ളച്ചിരിയോടെ അക്ഷി വണ്ടി മുന്നോട്ടെടുത്തു. അമ്മയൊക്കെ എങ്ങനെ അച്ചോട്ടാ വരുന്നത്? പെട്ടെന്ന് ആരോഹിയുടെ വായിൽ നിന്നും അച്ചുവേട്ടൻ എന്ന വാക്ക് വീണ് കേട്ടതും അക്ഷിതൊരു ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ചുണ്ടിൽ ഒളിപ്പിച്ച ചിരിയോടെ ആരോഹി അവന് മുഖം കൊടുക്കാതെ ചെരിഞ്ഞിരുന്നു. താൻ എന്താ വിളിച്ചത്? അച്ചുവേട്ടനല്ലേ പറഞ്ഞേ ഇനി സാറൊന്നൊന്നും വിളിക്കരുതെന്ന്. എനിക്കിഷ്ടമുള്ളത് വിളിച്ചോളാൻ. എനിക്കിഷ്ടം ഇങ്ങനെ വിളിക്കാനാ. എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ പറയണോട്ടോ. അത് ചോദിക്കുമ്പോൾ ഒരു പരിഭവം ഉണ്ടായിരുന്നു പെണ്ണിന്റെ മുഖത്ത്. ഇഷ്ടായല്ലോ, ഒരുപാട് ഒരുപാട് ഇഷ്ടായി. അവൻ പറയുന്ന കേട്ടതും അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരോഹി, സാറെന്നൊഴുകി എന്ത് വിളിച്ചാലും എനിക്കിഷ്ടാണെന്ന്. അത് പിന്നെ ആദ്യം മുതൽ അങ്ങനെ വിളിച്ചു പോയോണ്ടാ. ഇനി പതിയെ എല്ലാം ഒന്ന് മാറ്റിയെടുത്തോണം എൻ്റെ പെണ്ണ്. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു തമാശകളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവർ ഷോപ്പിലേക്ക് ചെന്നത്. ഓർമ്മളയും അനന്യയും അല്ലിയും ആനന്ദനും അവർക്ക് വേണ്ടി അവിടുത്തെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അക്ഷയും ആരോഹിയും കൂടി ചെന്നതോടെ അവരെല്ലാവരും ഒരുമിച്ച് വെഡ്ഡിംഗ് സാരിയുടെ സെക്ഷനിലേക്ക് നടന്നു. ആനന്ദിന്റെ സുഹൃത്തിൻ്റെ കട കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. സെയിൽസ് ഗേൾസ് ആരോഹിയുടെ നിറത്തിനും അപ്പിയറൻസിനും മാച്ചായ തരത്തിൽ ഒരുപാട് സാരികൾ എടുത്തിട്ടുകൊണ്ടേയിരുന്നു.
ആരോഹിയുടെ കണ്ണുകൾ ഓരോ സാരിയിലൂടെയും ഓടി നടന്നു. അനന്യ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ അലസമായിട്ട് മറ്റൊരു ചെയറിൽ മാറിയിരുന്ന് അവരെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. അല്ലിയാവട്ടെ ആവേശത്തോടെ ആരോഹി കിണങ്ങുന്ന കളർ തിരിയുന്ന തിരക്കിലും. ഊർമിളയെ അതുപോലൊക്കെ തന്നെയാണ്. ആനന്ദനും അക്ഷിതും എന്തോ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ കളർ ഇഷ്ടമായോ ഏട്ടത്തി? ഒരു പീകോക്ക് ബ്ലൂ കളറിലെ കാഞ്ചീപുരം സാരി ആരോഹിയുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അല്ലി ചോദിച്ചു. ആരോഹി പെട്ടെന്ന് നോക്കിയത് അക്ഷിതിനെയാണ്. ഓൾറെഡി അർജുൻ്റെ എൻഗേജ്മെന്റിനിടെ ഈ കളറിൽ ഒരു സാരി വാങ്ങിയതുകൊണ്ട് തന്നെ ആരോഹി അത് വേണ്ടെന്ന് വെച്ചു. അവൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കൺമുമ്പിൽ നിരന്നു കിടക്കുന്ന എല്ലാ സാരിയും ഒന്നിനൊന്നു മെച്ചം. അതിൽ നിന്ന് ഏതെടുക്കുമെന്നുള്ള ആശങ്കയിൽ അവൾ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കുന്ന നേരത്താണ് അക്ഷിത അവിടേക്ക് വന്നത്. സെയിൽസ് ഗേൾസ് നിരത്തിയിട്ടിരിക്കുന്നതിൽ നിന്നും ഒരു ബ്രൈറ്റ് റെഡ് കളർ സാരി എടുത്ത് അവൻ ആരോഹിക്ക് നേർക്ക് നീട്ടി. ഇതെങ്ങനുണ്ട്, തനിക്കിഷ്ടായി? ആരോഹി ആ സാരിയിലൂടെ ഒന്ന് വിരലൊടിച്ചു. കാഴ്ച നല്ല ഭംഗിയുണ്ട്. ആര് കണ്ടാലും മോഹിച്ചു പോകുന്നൊരു സാരി. ഉടുത്താലും തനിക്കിണങ്ങും. അറിയാതെ അവളുടെ കണ്ണുകൾ പ്രൈസ് ടാഗിലേക്ക് വീണു. 2,70,000 രൂപ. ആരോഹിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി. ഇത് വേണ്ട അച്ചുവേട്ട, ഇതൊരുപാട് വിലയുള്ളതാ. ഒരു പ്രാവശ്യം ഉടുക്കാൻ വേണ്ടി ഇത്രയും വിലയുള്ള സാരിയുടെ ആവശ്യമൊന്നുമില്ല. എടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിലയൊന്നും നോക്കരുതെന്ന്. തനിക്കിഷ്ടമുള്ള സാരി ചൂസ് ചെയ്യുക. തനിക്കിതിഷ്ടായോ? ഇഷ്ടപ്പെട്ടു. പക്ഷേ വില നമുക്കിത്തിരി കൂടി റേറ്റ് കുറഞ്ഞതുപോലെ. അവൾ വീണ്ടും വിലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും സാരി എടുത്തു കൊടുത്തു നിന്ന സെയിൽസ് ഗേൾ ആരോഹിയെ നോക്കി. മേഡം, സാറിന് എതിർപ്പൊന്നുമില്ലല്ലോ? മേഡത്തിന് ഈ കളർ നന്നായി ചേരും. നമുക്കിതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയാലോ? വേണോ? ചെല്ലടോ, ജസ്റ്റ് ഒന്ന് നോക്ക്. അക്ഷി പറഞ്ഞതും ആരോഹി മനസ്സില്ലാ മനസ്സോടെ തലകുലുക്കി. ആരോഹി, നമുക്ക് നോക്കാം തനിക്കത് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. അക്ഷി പറഞ്ഞപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് കരുതി ആരോഹി ട്രയൽ ചെയ്യാനുള്ള സ്റ്റാൻഡിലേക്ക് കയറി നിന്നു. സെയിൽസ് ഗേൾസ് അവളെ ഭംഗിയായി സാരി ഉടുപ്പിച്ചു. വല്ലാത്തൊരു ചന്തം ഉണ്ടായിരുന്നു ആരോഹിയെ ആ സാരിയിൽ കാണാൻ. അക്ഷിതാണെങ്കിൽ കണ്ണു രണ്ടും മിഴിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ? കണ്ണാടിയിൽ നോക്കും മുമ്പ് ആരോഹി അക്ഷിതനോട് ചോദിച്ചു. സൂപ്പർ എന്നവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അതിനുശേഷമാണ് ആരോഹി കണ്ണാടിയിലൂടെ സ്വന്തം പ്രതിബിംബത്തെ നോക്കിക്കണ്ടത്. സ്വന്തം സൗന്ദര്യത്തിൽ മതിമറന്ന് നിന്നുപോയി അവൾ. ഒരു സ്റ്റാഫ് വന്ന് അവളുടെ ഭംഗിയുള്ള ഇടതൂർന്ന നീളൻ മുടിയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് തോളിലൂടെ മുൻപോട്ടിട്ട് കൊടുത്തു. ആ സമയം ആരോഹി ഒരു മോഡലിനെ പോലെ തോന്നിച്ചു. അക്ഷയ് അവൻ്റെ ഫോണിലേക്ക് അത് ക്യാപ്ചർ ചെയ്തു. വല്ലാത്തൊരു ലുക്കുണ്ട് ആ സാരിക്ക്. നല്ല വീതിയുള്ള ഗോൾഡൻ ബോർഡറാണ് സാരിക്ക് ഇരുവശങ്ങളിലും. അപ്പോഴാണ് സെയിൽസ് ഗേൾ പറയുന്നത്, മേഡം, ഇതൊക്കെ ഗോൾഡിൻ്റെ ത്രെഡാണെന്ന്. ആരോഹി പിന്നെയും ആലോചനയോടെ നിന്നു. 2,70,000 എന്ന് പറയുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തുകയാണ്. പക്ഷെ അക്ഷതിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവനതൊന്നും ഒരു എമൗണ്ടേ ഇല്ല. പൈസയെക്കാളും അക്ഷയുടെ പ്രാധാന്യം നൽകുന്നത് ആരോഹിയുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കുമാണ്. അതേസമയം സാരിക്ക് ഇത്രയും തുകയായി എന്നറിഞ്ഞപ്പോൾ തന്നെ ഊർമിളയുടെ മുഖം വല്ലാതെ ഇരുണ്ടുപോയി. എങ്കിലും തൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും വരുത്താതെ കൊണ്ട് അവർ നിന്നത്. ഓ, എവിടെയോ കിടന്ന ഒരുത്തിക്ക് 2,70,000 രൂപയുടെ സാരി! അവളുടെയൊക്കെ ഒരു യോഗമേ! ഊർമിള അസൂയയോടെ മനസ്സിൽ പറഞ്ഞു. അതേസമയം ആരോഗ്യമാണെങ്കിൽ ഇതൊന്നും അറിയാതെ സെയിൽസ് ഗേൾ ഉടുപ്പിച്ച സാരിയുമായി നേരെ ഊർമിളയ്ക്കരികിലേക്ക് ചെന്നു. അമ്മേ, ഇതെങ്ങനെയുണ്ട്? കൊള്ളാമോ? നന്നായിട്ടുണ്ട് മോളെ. ആരോഗ്യ പിന്നെ നല്ല സുന്ദരിക്കുട്ടി ആയതുകൊണ്ടേ ഏത് നിറവും നന്നായി ഇണങ്ങും. ഈ സാരി എടുക്കാൻ കിട്ടോ? ഇതുടുത്തിറങ്ങുമ്പോൾ എൻ്റെ മോള് സുന്ദരിയായിരിക്കും. ഊർമിളയുടെ പ്രശംസ അക്ഷയ്ക്കും ആരോഹിക്കും ഒരുപോലെ ഇഷ്ടായി. അങ്ങനെ ആ സാരി തന്നെ പാക്ക് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അതേസമയമാണ് അക്ഷിതിനൊരു കോൾ വന്നത്. ആരോഗ്യോട് 1 മിനിറ്റ് എന്ന് കാണിച്ചുകൊണ്ട് അവൻ കോളെടുത്ത് സംസാരിക്കാനായി അല്പം നീങ്ങി നിന്നതും ആരോഗ്യ അവിടെ ഇട്ട ചെയറിലിരുന്നു.
അവൾക്കടുത്തേക്ക് തന്നെ ഊർമിളയും വന്നിരുന്നു. ശോ, എന്റെ കണ്ണാ, ഈ സാരി വേണോ ആവോ? ഒരേയൊരു ദിവസം അതിനുവേണ്ടി കാശ് കളയണോ? എന്താണ് മോൾ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? സാരി ഇഷ്ടായില്ലേ? സാരിയൊക്കെ ഇഷ്ടായി അമ്മേ. പക്ഷെ വില ഇത്തിരി കൂടുതലല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ പോലെ. അതിനാരോഗ്യം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കാശ് കൊടുക്കുന്നത് അക്ഷയതല്ലേ? പിന്നെ ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന വസ്ത്രങ്ങളല്ലേ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. അക്ഷയെ പോലൊരു ബിസിനസ് മാഗ്നറ്റ് വിവാഹിതനാകുമ്പോൾ ആ വാർത്ത നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രധാനപ്പെട്ട പത്രങ്ങളിലും ഒക്കെ വരും. അപ്പൊ ആരോഗ്യം ഇങ്ങനെ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിയ പോലെ വില കുറഞ്ഞ സാരി എടുത്ത് നിന്നാല് അവനല്ലേ ഇതിന്റെ മാനക്കേട്? നാളെ ഒരു കാലത്ത് അതൊക്കെ ചർച്ചയാകും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാകും അവൻ ഇത്രയും വിലയുള്ള സാരി തിരഞ്ഞെടുത്തതേ. പെട്ടെന്ന് ഊർമിള അങ്ങനെ പറഞ്ഞപ്പോ അടിയേറ്റതുപോലെ ആയിപ്പോയി ആരോഹി. അവൾ വല്ലായ്മയോടെ ഊർമിളയെ നോക്കി. അയ്യോ, അമ്മ പറഞ്ഞത് മോക്ക് വിഷമായോ? മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഒരു യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഞാനാണെങ്കിലേ ആനന്ദേട്ടനെ കൊണ്ട് ഇത്ര വില കൂടിയ സാധനം ഒന്നും വാങ്ങിപ്പിക്കില്ല. 5000 രൂപയ്ക്കപ്പുറം പോകുന്ന ഒരു സാരി അത് ഉടുത്താൽ തന്നെ എനിക്ക് വല്ലാത്തൊരു വെപ്രാളമാണ്. എന്തിനാ ഈ തുണികളൊക്കെ വാങ്ങി അനാവശ്യമായിട്ട് പണം ചെലവാക്കുന്നത്? മന്ത്രകൂടിയൊക്കെ ആവുമ്പോൾ പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലേ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കൂ. ഇത്രയും വില കൊടുത്തിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാതെ വാങ്ങി വെക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഊർമിള ബാക്കി പറയാതെ നിർത്തിക്കളഞ്ഞു. ആ, ഇനിയൊന്നും അമ്മ പറയുന്നില്ല. ഇതൊക്കെ അക്ഷയുടെ ഇഷ്ടങ്ങളല്ലേ. അതിലൊക്കെ കയറി ഞാൻ എന്തേലും പറയാൻ നിന്നാൽ അവന് ബുദ്ധിമുട്ടാവും എന്ന് കരുതി മോള് വിഷമിക്കണ്ട. അവന്റെ താല്പര്യത്തിന് വാങ്ങിയതല്ലേ. അനന്യോ അല്ലയും ആ സമയം അവൻ ഇരുവർക്കും വേണ്ടിയുള്ള സാരികൾ നോക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഊർമിളയും ആരോഹിയും തമ്മിലുള്ള സംസാരം ആരും കേട്ടിരുന്നില്ല. ആരോഹി ഒരു വല്ലായ്മയോടെ മുഖം കുനിച്ചു വെച്ചിരുന്നു. അപ്പോഴാണ് അക്ഷിത അവിടേക്ക് വന്നുകൊണ്ട് അവളുടെ തോളി പിടിച്ചത്. എന്തു പറ്റി? എന്താ മുഖമൊക്കെ ഡള്ളായിരിക്കുന്നേ? ഏയ്, ചെറിയൊരു തലവേദന. അത് ചിലപ്പോ ഈ ലൈറ്റിന്റെ ആവും മോളെ. ഊർമിള അതീവ സ്നേഹത്തോടെ പറയുകയാണ്. മോൾക്ക് നല്ല തലവേദനയുണ്ടോ? അമ്മയുടെ കയ്യിൽ ബാമുണ്ട്, തരട്ടെ? വേണ്ടമ്മേ. എടോ, നല്ല പെയിൻ ഉണ്ടെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും അല്പം ബാം വാങ്ങിയിട്ടോ. നല്ലൊരു റിലീഫ് കിട്ടും. ഇന്നെന്തായാലും ഒരു ഫുൾ ഡേ പർച്ചേസിന് തന്നെ വേണം. അതിൻ്റെ ഇടയ്ക്ക് തലവേദന കൂടി വന്നാൽ എനിക്ക് എല്ലാത്തിലും ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും. ആ നേരം കൊണ്ട് തന്നെ ഊർമിള തോളിക്കിടുന്ന ബാഗിൽ നിന്നും ബാം എടുത്ത് ആരോഗ്യക്ക് നേർക്ക് നീട്ടി. അവൾ അതിൽ നിന്നും ഒരല്പം എടുത്തിട്ട് നെറ്റിയുടെ ഇരുവശങ്ങളിലേക്കും പുരട്ടി. തിരികെ ബാം ഊർമിളയ്ക്ക് നേരെ നീട്ടി. കുഴപ്പമില്ല, മോള് വെച്ചോ. തലവേദന ഇനിയും വന്ന് ഉപയോഗിക്കാമല്ലോ. അതിന് പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന ദ്വയാർത്ഥം അത് അക്ഷിക്ക് മനസ്സിലായില്ലെങ്കിലും ആരോഹിക്കത് വ്യക്തമായി പിടികിട്ടി. താൻ 5 മിനിറ്റ് ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞ അക്ഷിത് അവളുടെ അടുത്തേക്ക് ഒരു ചെയർ വലിച്ചിട്ടു. ഇരു കൈപ്പത്തിയുടെയും പെരുവിരൽ ഉപയോഗിച്ച് ആരോഹിയുടെ നെറ്റിയുടെ ഇരുവശങ്ങളിലും മെല്ലെ മസാജ് ചെയ്തു കൊടുത്തു. വല്ലാത്തൊരു അവജ്ഞയോടെയാണ് ഊർമിള ആ കാഴ്ച നോക്കി നിന്നത്. അതേസമയം അവിടെ കൂടി നിന്ന സെയിൽസ് ഗേൾസൊക്കെ അത് കണ്ട് അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. പലരും പുകഴ്ത്തിയത് ആരോഗ്യയുടെ ഭാഗ്യത്തെക്കുറിച്ച് തന്നെയാണ്. വില നോക്കാതെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഒരുവൻ, വേദനകളെ താങ്ങായി ഒപ്പമിരുന്ന് ആശ്വസിപ്പിക്കുന്നവൻ. ഇതിനേക്കാളൊക്കെ കൂടുതൽ ഒരു പെണ്ണിന് ഇനി എന്ത് വേണം ജീവിതത്തിൽ? പലരുടെയും മനസ്സിലൂടെ കടന്നുപോയ ചിന്ത അതായിരുന്നു. അക്ഷി, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങണ്ടേ? ഊർമിള വന്ന് പറഞ്ഞതും അക്ഷിത് അപ്പോഴാണ് ഓർത്തത് കുറേ സമയമായി തങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന്. ആരോഹി കണ്ണുകൾ ഇറുക്കിയടച്ചിരിക്കുകയാണ്. അക്ഷി മെല്ലെ ആരോഹിയുടെ കവിളിൽ തട്ടി. ആരോഹി പതിയെ കണ്ണു തുറന്നു. താൻ ഓക്കെ അല്ലേ? ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ? ഏയ്, ഇല്ല ഏട്ടാ, ഇപ്പൊ കുറവുണ്ട്. അക്ഷി എഴുന്നേറ്റ് മെല്ലെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇരുവരും കൈകോർത്ത് ഊർമിളയ്ക്ക് മുൻപേ കയറി നടന്നപ്പോൾ ഉള്ളിൽ ഊറിക്കൂടിയ പകയോടെ ഊർമിള അവർക്ക് പിന്നാലെ പോയി. പിന്നീട് അവർ പോയത് ഊർമിളയ്ക്കും അല്ലിക്കും അനന്യയ്ക്കും വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടിയായിരുന്നു. വില കൂടിയ സാരികൾ മാത്രം തിരഞ്ഞു പിടിച്ചെടുക്കുകയാണ് അനന്യ. സാരിയുടെ ഭംഗിയേക്കാളേറെ അവൾ നോക്കിയതത്രയും പ്രൈസ് ടാഗായിരുന്നു. ഒരു കസേരയിൽ ഇതിലൊന്നും ഉൾപ്പെടാതെ മാറിയിരിക്കുകയാണ് ആരോഹി.
അല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ സാരികൾ കൊണ്ടുവന്ന് ചേച്ചി ഇതെനിക്ക് ചേരുവോ, ഇതൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവോ എന്നൊക്കെ ആരോഗ്യോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അല്ലാതെ ഊർമിളയും അനിനെയും ആരോഗ്യ എന്നൊരാൾ അവിടെ ഉള്ളതായി പോലും ഭാവിച്ചില്ല. അന്നൊരു ദിവസം ഓഫീസിൽ പോവാത്തത് കൊണ്ട് തന്നെ അക്ഷതിന് ഓഫീസിൽ നിന്ന് പല പല കോളുകൾ വരുന്നുണ്ട്. അവൻ കൂടുതലും കോളുകൾ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്ന നേരത്താണ് ഒടുക്കം 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു സാരി ഊർമിളയും തിരഞ്ഞെടുത്തത്. എന്നിട്ടൊരു വിജയച്ചിരിയോടെ ആരോഗ്യം നോക്കി. അവരുടെ ആ ചിരിയുടെ അർത്ഥം ഗ്രഹിച്ചെടുക്കാൻ അവൾക്കപ്പോൾ സാധിച്ചില്ല. അനന്യയും ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള സാരിയാണ് എടുത്തത്. അല്ലേ പക്ഷെ അങ്ങനെയല്ല, കുറഞ്ഞ വിലയിൽ നല്ല ഭംഗിയുള്ള സാരി. അതാണ് അല്ലിയുടെ കോൺസെപ്റ്റ്. അവളും മനസ്സിനൊത്ത് ഇടങ്ങിയ ഒരെണ്ണം എടുത്തു. ശേഷം നേരെ അക്ഷതിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് അവർ പോയത്. മുണ്ട് മാത്രമേ അവിടെ നിന്ന് എടുത്തുള്ളൂ. കുർത്ത അവൻ്റെ സ്റ്റൈലിസ്റ്റ് അവന് ഡിസൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ആരോഗ്യയുടെ ബ്ലൗസും ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതേ ടെക്സ്റ്റൈൽസ് തന്നെ കൊടുത്തിട്ട് അവർ ആനന്ദിനെ ഡ്രസ്സ് എടുത്തു. അങ്ങനെ ടെക്സ്റ്റൈൽസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുന്നത് അക്ഷിതിനെ കണ്ടില്ലല്ലോ എന്ന്. അക്ഷിത് ആ സമയത്ത് 2 കൈയിലും കവറുകളുമായി അവർക്കടുത്തേക്ക് നടന്നു വന്നതും ഊർമിള കണ്ണു ചുരുക്കി അവനെ നോക്കി. നമ്മൾ ആരോഹിക്ക് വിവാഹം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം ഇടാനുള്ള വസ്ത്രങ്ങളൊന്നും വാങ്ങിയില്ലല്ലോ. ഞാൻ വെറുതെ അവിടെ നിന്നപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ കണ്ടു. അതൊക്കെ ഇഷ്ടപ്പെട്ടത് വാങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കല്യാണശേഷം വാങ്ങാല്ലേ. അയ്യോ ഏട്ടാ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ പിന്നീടാണേലും വാങ്ങായിരുന്നു. എനിക്കറിയാം താൻ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ടാ തന്നോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ എല്ലാം വാങ്ങിയത്. വന്നേ വന്നേ, ഇങ്ങനെ മടി പിടിച്ച് നിന്നാൽ ശരിയാവില്ല. കുറച്ചുകൂടി ആക്റ്റീവായിട്ട് എല്ലാ സാധനങ്ങളും നോക്കിയെടുക്കണം, കേട്ടല്ലോ. ഓർമ്മളയെയും അനന്യയും അല്ലയെയും കടന്ന് അക്ഷത മുന്നോട്ട് നടക്കുമ്പോൾ ആരോഗ്യോട് പറയുന്നുണ്ടായിരുന്നു. അവർ 3 പേരും അത് കൃത്യമായി കേൾക്കുകയും ചെയ്തു. അല്ലയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നെങ്കിലും അനന്യയുടെ ഊർമിളയുടെ മുഖഭാവം ഏകദേശം ഒരുപോലെയായിരുന്നു. ആ സമയം അവരിരുവരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കാതിരുന്നതിനാൽ ആരും ഒന്നും കണ്ടില്ലെന്നു മാത്രം. അതിനുശേഷം അവർ നേരെ പോയത് ജ്വല്ലറിയിലേക്കാണ്. ആരോഗ്യയുടെ മനസ്സിൽ ഇപ്പോഴും ഊർമിള പറഞ്ഞ വാചകങ്ങൾ വട്ടമിട്ട് കറങ്ങിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്തു. ആരോഗ്യയുടെ മുഖത്തെ തെളിച്ചക്കുറവ് അല്പം മുമ്പ് പറഞ്ഞ തലവേദനയുടെ ആകുമെന്ന് കരുതിയതുകൊണ്ട് കൂടുതൽ ചിക്കി ചികഞ്ഞൊന്നും ചോദിക്കാനും നിന്നില്ല അക്ഷിത്. വെഡ്ഡിങ്ങിന് ഇടാൻ വേണ്ടി ഇരുവർക്കുമുള്ള റിങ് സെലക്ട് ചെയ്ത അക്ഷി ഡയമണ്ടിന്റെ റിങ്ങാണ് അക്ഷിത് പ്രിഫർ ചെയ്തത്. അവന്റെ ആഗ്രഹപ്രകാരം അത് വാങ്ങി. ശേഷം ആരോഹിക്ക് വിവാഹത്തിന് ചെക്കൻ്റെ വീട്ടിൽ നിന്നിടാനുള്ള താലി നോക്കുവാണ്. ആരോഹിക്ക് ഒരു കുഞ്ഞു താലി മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഡയമണ്ടിന്റെ തന്നെ ഒരു ചെറിയ താലിയാണ് അക്ഷിത് അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. താലി സെലക്ട് ചെയ്യാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം തനിക്ക് വേണമെന്ന് അക്ഷയ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഹിക്കും അതുതന്നെയാണ് താല്പര്യം. ശേഷം 5 പവന്റെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മാല അക്ഷിത് തെരഞ്ഞെടുത്തു. ഊർമിളയുടെ ഉള്ളിൽ ദേഷ്യം തികട്ടി തികട്ടി വന്നു. മറ്റൊന്നും കൊണ്ടല്ല, അക്ഷിത് തന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതേയില്ല. എല്ലാം ആരോഗ്യോട് മാത്രം ചോദിക്കുന്നു. അതവരിൽ വല്ലാത്ത നിരാശയും ദേഷ്യവും ഒക്കെ പടർത്തി. ഏട്ടാ, എനിക്കിതാ ആ പെൻഡന്റ് വേണം. അനന്യ ഒരു ഡയമണ്ട് പെൻഡന്റും കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് അവിടേക്ക് വന്നു. അത് മെല്ലെ കൈകൊണ്ട് ഉയർത്തി അക്ഷിതിനെ കാണിച്ചു. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. അതെന്തിനാ ഇപ്പൊ നിനക്ക് പെൻഡന്റ്? നിനക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്കല്ലേ ഞാനൊരു ഡയമണ്ട് പെൻഡന്റ് വാങ്ങി തന്നത്? അത് ഓൾഡ് ഫാഷനായി ഏട്ടാ. പ്ലീസ് എനിക്കിത് വാങ്ങിത്താ. ഏട്ടന് എടുത്തിക്ക് ഇത്രയും വിലയുള്ളതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളെ പെങ്ങന്മാർക്കൊന്നും വാങ്ങി തന്നില്ലെങ്കിൽ അത് മോശമാണ് കേട്ടോ. അനന്യ അതുകൂടി പറഞ്ഞതോടെ ആരോഗ്യം വീണ്ടും വല്ലാത്തൊരവസ്ഥയിലെത്തി. സാഹചര്യം ഒന്ന് ലഘൂകരിക്കാനേ ഊർമിള സംസാരിച്ചു തുടങ്ങി. മോനെ, അവൾ ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, അതങ്ങ് വാങ്ങിക്കൊടുത്തേക്ക്. അല്ല പിന്നെ പെണ്ണിനിനിയും ഒരു മനസ്സമാധാനം കാണില്ല. ഊർമിളയാ പറഞ്ഞത് അക്ഷതിന് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി അവൻ അത് അനന്യയ്ക്ക് വേണ്ടി വാങ്ങി. അല്ലി, നീ എന്തെങ്കിലും ഒന്ന് നോക്കിയേ. അവൾക്ക് വാങ്ങുമ്പോൾ നിനക്ക് മാത്രമായിട്ട് എങ്ങനെ വാങ്ങാതിരിക്കുന്നേ? ഊർമിള അല്ലിയോട് പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ, നമ്മൾ ഏട്ടത്തേക്ക് വാങ്ങാൻ വേണ്ടിയല്ലേ വന്നത്. ആദ്യം അത് നടക്കട്ടെ. അങ്ങനെ അല്ല മോളെ, അമ്മ പറയുന്നതേ. എന്തായാലും നമ്മളിവിടെ വരെ വന്നു. ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി വീണ്ടും വരണ്ടേ?
ഇപ്പൊ നിനക്ക് മനസ്സിലാണെങ്കിൽ ഇതൊന്നും എടുത്തോ. അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്കിപ്പോ വേണ്ട. എന്റെ കഴുത്തിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അത് മതി. പോരാത്തതിന് ഏട്ടൻ മുമ്പ് വാങ്ങി തന്നത് വേറെയുമുണ്ട്. എല്ലാം കൂടി വാങ്ങി വെച്ചിട്ട് എന്തിനാ? അല്ലി ചോദിച്ചപ്പോൾ ഊർമിളയ്ക്ക് ഉത്തരം മുട്ടി. ആ, നിനക്ക് വേണ്ടെങ്കിൽ വാങ്ങണ്ട, തീർന്നില്ലേ? വെറുതെയെങ്കിലും അക്ഷത അമ്മയ്ക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമെന്ന് ഊർമിള മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനൊരു ചോദ്യം അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവൻ തന്നെ ഗൗനിക്കാതെ ആരോഗ്യോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടതും ഊർമിളയ്ക്ക് വീണ്ടും ദേഷ്യം കൂടി. അക്ഷിത് പക്ഷേ ആ സമയം അങ്ങനെ ആധികാരികമായിട്ടൊന്നും ചിന്തിച്ചില്ല. അമ്മയ്ക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടല്ലോ എന്ന് അവൻ ഓർത്തിരുന്നു. താലിമാലയ്ക്ക് പുറമെ ആരോഗ്യയ്ക്ക് വേണ്ടി ഒരു നെക്ലേസ് കൂടി അക്ഷിത് വാങ്ങി. അതുകൂടിയായപ്പോൾ ഊർമിളയുടെ ദേഷ്യം അതിന്റെ നെറുകയിലെത്തി. വീർപ്പിച്ച് കിട്ടിയ മുഖവുമായിട്ടാണ് ഊർമിള ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ അധികം ആരും അവരുടെ ആ ഭാവം കണ്ടില്ല. ജ്വല്ലറിയിലെ പർച്ചേസിംഗും കഴിഞ്ഞ് അവരെല്ലാവരും നേരെ ആഹാരം കഴിക്കാൻ വേണ്ടി പോയി. അതും ആ നഗരത്തിലെ പ്രശസ്തമായ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ. ആരോഗ്യം മുമ്പ് ബിസിനസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അക്ഷതിനൊപ്പം ആ ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവൾ വരുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. അല്ലിക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആരോഗ്യയുടെ കയ്യിലെ പിടുത്തം വിടാതെ അവൾ ആരോഗ്യക്കൊപ്പം തന്നെ നിന്നു. അക്ഷയ് ഇടയ്ക്കിടയ്ക്ക് കോൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. 6 പേർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഒരു ടേബിൾ നോക്കിക്കൊണ്ട് അവിടേക്ക് ഇരുന്നവർ. ആരോഗ്യം ഇരുന്നപ്പോൾ അവളുടെ തൊട്ടടുത്തേക്ക് തന്നെ ഊർമിളയും വന്നിരുന്നു. അല്ലിക്ക് പക്ഷേ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ സീറ്റ് ഏട്ടന് വേണ്ടി ഒഴിച്ചിട്ടതായിരുന്നല്ലേ. പിന്നെ അമ്മയായതുകൊണ്ട് അവൾ കൂടുതലൊന്നും പറയാനും നിന്നില്ല. ഫോൺ വിളി കഴിഞ്ഞ് അക്ഷിത് വന്ന് നോക്കുമ്പോൾ ആരോഗ്യയുടെ അപ്പുറവും ഇപ്പുറവും അനന്യ ഊർമിളയുണ്ട്. അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ആനന്ദിനടുത്തേക്ക് ചെന്ന് അക്ഷിത് ചേർന്നിരുന്നു. ഓരോരുത്തരുടെയും മെനു കാർഡ് നോക്കി ഓരോന്നൊക്കെ ഓർഡർ ചെയ്തു. ആരോഗ്യ വെറുതെ മെനു കാർഡ് നോക്കിയിരുന്നു. അനന്യ 3-4 ഐറ്റം ഓർഡർ ചെയ്തു. അക്ഷിത് കണ്ണു കൂർപ്പിച്ച് അവളെ നോക്കി. നോക്കാനും എപ്പോഴത്തെയും പോലെയല്ല, എല്ലാം കൂടി ഓർഡർ ചെയ്തിട്ട്. കഴിക്കാതെ ഇവിടെ നിന്നിട്ടാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തിനാ അക്ഷയ് നീ ഇങ്ങനെ വെറുതെ പെങ്ങന്മാരോട് ദേഷ്യം പിടിക്കുന്നത്? മുമ്പൊന്നും നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ ഈ സ്വഭാവത്തിലെ മാറ്റം. ഊർമിള അത് പറഞ്ഞതോടെ ആരോഗ്യം വീണ്ടും വല്ലായ്മയുടെ പടുക്കുഴിയിലേക്ക് ചെന്നു വീണു. എന്താണോ, തനിക്കൊന്നും മിണ്ടാതിരുന്നൂടെ? കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. ആനന്ദ് ഭാര്യയെ നോക്കി. എന്നാൽ ഊർമിള പറയുന്നതൊക്കെ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ആരോഗ്യയ്ക്ക് ചെറുതായി പിടികിട്ടി തുടങ്ങിയിരുന്നു. മോളൊന്നും ഓർഡർ ചെയ്യുന്നില്ലേ? ദാ നോക്ക്, ഇത് നല്ല ടേസ്റ്റിയാ. മെനു കാർഡിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ഊർമിള പറഞ്ഞു. ദാ ഇത് നോക്ക്, വില അല്പം കൂടുതലാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാ. മോൾ ഇതിനു മുമ്പ് ഇതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? മോൾക്കിത് വാങ്ങട്ടെ? ഊർമിള ശബ്ദം അടക്കി ആരോഗ്യോട് ചോദിച്ചതും മറുപടിയായി ഒന്നും മൂളാൻ പോലും കഴിയാതെ വെറുതെ തലയനക്കാൻ മാത്രമേ അവൾക്ക് ആ സമയം കഴിഞ്ഞുള്ളൂ. എങ്ങനെയും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയെന്ന ചിന്ത അവളെ വന്ന് പൊതിഞ്ഞു. എങ്ങനെയോ ഒരുവിധം ആഹാരമൊക്കെ കഴിച്ചു തീർത്ത ശേഷം അവരെല്ലാവരും പോകാനായി പുറത്തേക്കിറങ്ങി. അക്ഷയ്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് ഇല്ലമ്മേ, ഏകദേശം എല്ലാം കഴിഞ്ഞു തോന്നുന്നു. എങ്കിൽ പിന്നെ ആനന്ദേട്ടാ, ഞങ്ങൾ അക്ഷയുടെ കൂടെ തിരികെ വീട്ടിലേക്ക് പോയിക്കൊള്ളാം. പോകുമ്പോഴേ ഞങ്ങൾക്ക് 3 പേർക്കും ഒന്ന് ബ്യൂട്ടി പാർലറിലും കയറണം. ഊർമിള പെട്ടെന്നത് പറഞ്ഞതും അക്ഷയ് അല്പനേരം ആലോചനയോടെ നെറ്റിച്ചൊറിഞ്ഞിരുന്നു. അമ്മേ, എനിക്കും ആരോഗ്യക്കും കൂടി മറ്റൊരിടം വരെ പോകാനുണ്ട്. ഇനി എവിടേക്കാ മോനെ പോകുന്നത്? ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞെന്നല്ലേ നീ പറഞ്ഞേ? ഊർമിള മുഖത്ത് സ്വാഭാവികത വരുത്തിക്കൊണ്ട് ചോദിച്ചു. അതമ്മേ, ഞങ്ങൾക്കൊരു ഡ്രൈവിന് പോകണം. പിന്നെ ആരോഗ്യയുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. കുറച്ച് ദിവസമായി അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇന്ന് കാലത്തെ ചെന്നിട്ടും അവിടെ കയറാൻ പോലും ഒന്നും പറ്റിയില്ല. അക്ഷിത പറഞ്ഞത് ഊർമിളയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അയ്യോ, അപ്പൊ ഞങ്ങളെങ്ങനെ പോകും? അതിനെന്താ, അമ്മയ്ക്ക് അച്ഛൻ്റെ ഒപ്പം പോകാലോ. ഓ, നീ പറയുന്നത് പോലെയാണോ? അച്ഛൻ അത്രയും നേരമൊന്നും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. എങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം പോകാമേ. എന്തായാലും വീട്ടിൽ ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവറെയും കൂട്ടി പോകാം, അല്ലി പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ലി?
ഇന്ന് എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയതല്ലേ. സാരമില്ല ലക്ഷി, ഞങ്ങളെങ്കിലേ ഒരു ഊബർ പിടിച്ചു പൊക്കോളാം. അതും പറഞ്ഞുകൊണ്ട് ഊർമിള നേരെ ഫോണെടുത്ത് ഊബർ ബുക്ക് ചെയ്തു. എന്നാൽ അങ്ങനെ ആവട്ടമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ആരോഗ്യ ആനന്ദിനോടും അല്ലിയോടും ഊർമിളയോടും ഒക്കെ യാത്ര പറഞ്ഞു. ഊർമിളയുടെ തെളിച്ചമില്ലാത്ത മുഖം വീണ്ടും ആരോഗ്യയുടെ ഉള്ളിലെ ടെൻഷൻ വർദ്ധിപ്പിച്ചു. അക്ഷയ് പക്ഷേ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ ഇന്ന് ഓഫീസിൽ പോകാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കോളുകൾ വരുന്നതും അറ്റൻഡ് ചെയ്തും മറ്റും മാറി നിന്നതുകൊണ്ട് ഊർമിളയുടെ മുഖത്തെ പാവങ്ങളോ അവരുടെ സ്വഭാവത്തിലെ വ്യത്യാസമോ ഒന്നും അവൻ കണക്കിലെടുത്തില്ല. ആരോഹി, താനിത് എന്താലോചിച്ച് നിൽക്കുക? വാ. ആരോഹിയുടെ കൈയും പിടിച്ച് അക്ഷയ് മുന്നേ നടന്നു പോയപ്പോൾ കലിയോടെ അവരെ നോക്കി നിന്ന് ഊർമിള. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ഊബർ വന്നു. ഊബർ വേറെ വഴി പോകുന്നത് കണ്ടതും അല്ലേക്ക് സംശയം. അപ്പൊ അമ്മേ, ബ്യൂട്ടി പാർലറിലേക്കല്ലേ അമ്മ ലൊക്കേഷൻ കൊടുത്തത്? ഓ, എനിക്കൊരു ചെറിയ തലവേദന പോലെ. ഇനിയിപ്പോൾ ബ്യൂട്ടി പാർലറിലേക്കൊന്നും പോകാൻ എന്നെ കൊണ്ട് വയ്യ. ഊർമിള അലസതയോടെ പറഞ്ഞതും അനന്യയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി. അല്ലി അപ്പോഴും അവർ പറഞ്ഞത് വിശ്വസിച്ച് അങ്ങനെ തന്നെയിരുന്നു. അക്ഷയും ആരോഹിയും കാറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എന്താണ് എന്റെ പ്രിയതമയുടെ മുഖത്തിനൊരു വാട്ടം? തലവേദന ഒട്ടും കുറവില്ലേ? അവളുടെ നെറ്റിയിലേക്ക് വിരൽ ചേർത്ത് വെച്ച് അക്ഷയ് ചോദിച്ചു. കുഴപ്പമില്ലേട്ടാ. എടോ, സീരിയസ് ആയിട്ടാ ഞാൻ ചോദിക്കുന്നത്. തലവേദന മാറിയിട്ടില്ലെങ്കിൽ പറയൂ, നമുക്കിപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാം. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊന്ന് വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പോഴേക്ക് ശരിയാകും. അതൊന്നും പറ്റില്ല. ദേ നോക്ക്, ഞാൻ അമ്മയ്ക്കൊപ്പം ബ്യൂട്ടി പാർലറിൽ പോലും പോകാതെ തന്നെയും കൊണ്ട് വന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? വെറുതെ തൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ. എന്നും ഈ ഓഫീസിലെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെയല്ലേ. എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാനൊരു 2 വീക്സ് കംപ്ലീറ്റ്ലി ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അതെന്തിനാ? ആരോഗ്യം ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? അക്ഷയ് കള്ളച്ചിരിയോടെ അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് നോക്കി. ചേ, ഈ അച്ചുവേട്ടൻ. അവളത് പറഞ്ഞുകൊണ്ട് മുഖം ചിരിച്ചു. അങ്ങനല്ല, നമുക്ക് രണ്ടാൾക്കും കൂടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവണ്ടേ? പറ, തൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാ? വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവിടേക്ക് പോകാം. അക്ഷയ് പറഞ്ഞതും ആലോചനയോടെ ആരോഗ്യയിരുന്നു. ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നാറിലേക്ക് പോയാലോ? ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ്. പക്ഷേ തൻ്റെ ഫേവറേറ്റ് പ്ലേസ് അവിടെ ആണെങ്കിൽ ഒരിക്കൽ കൂടെ പോകുന്നതിൽ തെറ്റില്ല. എങ്കിൽ പിന്നെ അവിടെ എവിടെ സ്റ്റേ ചെയ്യണമെന്നുള്ളതും ഞാൻ ഡിസൈഡ് ചെയ്യും. അത് ഓക്കെ അല്ലേ? അക്ഷയ് പറഞ്ഞപ്പോൾ ആരോഹി ചിരിയോടെ തലകുലുക്കി. അവൻ എന്തൊക്കെയോ സർപ്രൈസായി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ആരോഹിക്ക് മനസ്സിലായി. പിന്നെ ഒരു കണ്ടീഷൻ. നമ്മുടെ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ നമ്മൾ ഇവിടുന്ന് മൂന്നാറിന് പോകുന്നു. ശരിക്കും? അക്ഷയ് അത് പറഞ്ഞപ്പോൾ ആരോഹിയുടെ കണ്ണുകളിൽ അത്ഭുതം. അതേടോ, നമുക്ക് ഈ ടിപ്പിക്കൽ ഫസ്റ്റ് നൈറ്റ് ഒന്നും വേണ്ട. നമുക്ക് ആ രാത്രി ഒരു നൈറ്റ് റൈഡ് പോകാം. ഇവിടുന്ന് വിവാഹം കഴിഞ്ഞ് നേരെ ഈവനിങ് നമ്മൾ മൂന്നാറിന് പോകുന്നു. ഒരു രാത്രി മുഴുവനും ഡ്രൈവ് ചെയ്ത്. അതങ്ങനെ ഉണ്ടാവും. സൂപ്പറായിരിക്കും. ആരോഗ്യ ഓർമ്മകളിൽ പറഞ്ഞു. ആഹാ, ഇപ്പൊ തന്നെ ആക്റ്റീവ് ആയല്ലോ താൻ. തലവേദനയൊക്കെ പമ്പ കിടന്നല്ലോ. അത് പിന്നെ ഈ ഇഷ്ടമുള്ളവരോട് സംസാരിച്ചിരിക്കുമ്പോഴേ നമ്മുടെ വയ്യായികളൊക്കെ മറക്കും. ആരോഗ്യ പറഞ്ഞതും അക്ഷയ്ക്ക് ഒരുപാട് ഇഷ്ടത്തോടെ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവരിരുവരും ബീച്ചിലൊക്കെ പോയി കുറേയേറെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കൈകോർത്ത് പിടിച്ച് കടലിലെ പൂഴിമണലിലൂടെ നടന്നു. അങ്ങനെ അവരുടേതായ കുറേയേറെ നല്ല നിമിഷങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയത്. ആരോഗ്യയുമായി വീട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അവരെയും കാത്തുന്നതുപോലെ വസത ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. വാസുദേവൻ ആ സമയത്ത് റെസ്റ്റോറൻറ്റിലായിരുന്നു. അക്ഷയ് കാറിന്റെ ഡിക്കി തുറന്ന് 2 കവറുകളും കയ്യിലെടുത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ ആരോഹി ഒട്ടൊരു അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത്. ഇതെന്താ അച്ചോട്ടായി കവറിൽ? അച്ഛൻ്റെ അമ്മയുടെയും കാര്യം താൻ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അവൻ ശബ്ദമുടക്കി ആരോഹിയോട് പറഞ്ഞതും അവൾ വല്ലായ്മയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറഞ്ഞാൽ ആരോഹിക്കും ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന്. പക്ഷേ ഇനി താൻ പറഞ്ഞിട്ട് ഊർമിളയ്ക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി മനഃപൂർവ്വം അവൾ പറയാതിരുന്നതാണ്. എന്നാൽ അക്ഷിത് തൻ്റെ മനസ്സിലെ ആഗ്രഹം കണ്ടറിഞ്ഞു വാങ്ങിയിരിക്കുന്നു. ആരോഹിക്ക് വല്ലാത്ത അഭിമാനം തോന്നി അക്ഷിതിനെ ഓർത്ത്. ആഹാ, അകത്തേക്ക് കയറി വാ മോനെ.
അക്ഷത് പടിയിൽ തന്നെ നിൽക്കുന്നുവെന്ന് കണ്ടതും വസുധ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ദാ അമ്മ, ഇത് അമ്മയ്ക്കും അച്ഛനുമുള്ള ഡ്രസ്സാണ് കേട്ടോ. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിയത്? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാനിത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി വാങ്ങിയതാ. അതുകൊണ്ട് പരിഭവമൊന്നും പറയാതെ ഇതങ്ങ് സ്വീകരിച്ചാൽ മതി, കേട്ടല്ലോ. അക്ഷത് ഒരു ചൊടിയോടെ അത് പറഞ്ഞതും വസുധ ചിരിയോടെ ആ കവർ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. നിങ്ങൾ രണ്ടാളും ഇരിക്കെ, അമ്മ കോഫി എടുക്കാം. അമ്മേ, ഞങ്ങള് ആരോഗ്യം എന്തോ പറയാൻ തുടങ്ങിയത് കണ്ടതും വസുധ തിരിഞ്ഞുകൊണ്ടൊന്ന് നോക്കി. എന്താ മോളെ? ഒന്നുമില്ലമ്മേ. അമ്മ പോയി കോഫി എടുത്തോ. അക്ഷിത് പറഞ്ഞപ്പോൾ വസുധ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ നടന്നു. താൻ എന്താ പറയാൻ പോയത്? അല്ല, നമ്മൾ കുറച്ചു മുമ്പ് കോഫിയൊക്കെ കുടിച്ചിട്ടല്ലേ വന്നത്. അതിനിപ്പോ എന്താ? അമ്മ ഉണ്ടാക്കുന്ന കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ. അത് കുടിക്കാൻ കൂടി വേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നത്. അക്ഷിത് പറഞ്ഞപ്പോൾ ആരോഗ്യം അവനെ സൂക്ഷിച്ചു നോക്കി. ഇങ്ങനെ നോക്കിയാലുണ്ടല്ലോ തന്റെ ഉണ്ടക്കണ്ണ് രണ്ടും തള്ളി പുറത്തേക്ക് വീഴും. അക്ഷിത് അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഇരു കവിളിലും പിടിച്ചൊന്ന് വലിച്ചു വിട്ടു. അപ്പോഴേക്കും വസുധ 2 കപ്പിൽ കോഫി ഉണ്ടാക്കി അതുമായി അവിടേക്ക് വന്നിരുന്നു. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയ വിശേഷങ്ങൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവർ കോഫിയൊക്കെ കുടിച്ചു. ശേഷം അക്ഷിത് പോയതും ആരോഹി ഒരു നെടുവീർപ്പോടെ അകത്തെ സോഫയിലേക്ക് വന്നിരുന്നു. എന്തു പറ്റി മോളെ? നീ ഒരുപാട് ക്ഷീണിച്ചു പോയോ? സാരിയൊക്കെ മോൾക്ക് ഇഷ്ടായോ? എവിടെ? ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ സാരിയുടെ? വസുധ അത് ചോദിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരോഹി സാരി ഉടുത്ത് നിൽക്കുന്നതിൻ്റെ 2-3 മിറർ സെൽഫിയും പിന്നെ അല്ലിയെ കൊണ്ടൊരു ഫോട്ടോയും എടുപ്പിച്ചു. ആ സാരി ഫോട്ടോയും വസുധയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതാ മന്ത്രകോടി, കൊള്ളാമോ? നന്നായിട്ടുണ്ട് മോളെ, നല്ല നിറം. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇത് ആരുടെ സെലക്ഷനാ? അക്ഷയുടെ ആണോ? വസുധ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. ആരോഹി അവരെ നോക്കിയിരുന്നു പോയി. അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി അച്ചുവേട്ടനാണ് ഇത് സെലക്ട് ചെയ്തതെന്ന്? എനിക്കങ്ങനെ തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പോയിട്ട്? അനന്യ ഉണ്ടായിരുന്നോ? അവൾ എന്തേലും പറഞ്ഞോ? പെട്ടെന്ന് വസ്തുത ചോദിച്ചപ്പോൾ ആരോഹിയുടെ മുഖം മാറിയെങ്കിലും മുഖത്ത് ഭാവമാറ്റങ്ങളൊന്നും വരുത്താതെ വളരെ കൂളായിട്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു. അനന്യ ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നമ്മേ. എന്നെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എന്നോട് സംസാരിച്ചു. ഓ, ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. ആരോഹി അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അങ്ങനല്ല, ചെന്ന് കയറുന്ന വീട്ടില് നിനക്കാകെ ഒരു വിലങ്ങുതടിയായിട്ടുണ്ടായിരുന്നത് ആ കുട്ടിയാ. ആ പെണ്ണിന് നിന്നോട് സ്നേഹം തോന്നണേന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മോളെ. നിനക്കറിയോ? വസുതയ പറഞ്ഞത് ഉള്ളിലൊതുക്കിയ വേദനയോടെ ആരോഹി കേട്ടിരുന്നു. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. ദൈവമേ, നന്ദി. വസുധ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് സമയം കിടക്കട്ടമ്മേ. കുറേയേറെ കടകളിൽ കയറിയിറങ്ങിയതിൻ്റെ ആണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു ക്ഷീണം. മോളി ഇന്ന് കിടക്ക്. വിളക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ അമ്മ വിളിക്കാട്ടോ. ആരോഹി ഉള്ളിൽ അടിഞ്ഞുകൂടിയ ചിന്താഭാരത്തോടെയാണ് മുകളിലേക്ക് നടന്നത്. ഊർമിളയുടെ ഈ സ്വഭാവം പെട്ടെന്നിങ്ങനെ മാറിയെന്ന് ആലോചിക്കും തോറും അവൾക്കൊരു വല്ലായ്മ തോന്നി. ഒപ്പം അതേപ്പറ്റി എങ്ങനെ അക്ഷതിനോട് പറയുന്നോർത്തപ്പോൾ ഒരു ഭയവും. എത്രയൊക്കെ പറഞ്ഞാലും അക്ഷയുടെ അമ്മയാ. താനാണെങ്കിലോ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണും. ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറും മുമ്പ് അവൻ്റെ അമ്മയുടെ കുറ്റം പറഞ്ഞാൽ അക്ഷയ് അത് ഏത് രീതിയിലായിരിക്കും എടുക്കുന്നത്? ആരോഗ്യയ്ക്ക് തല പുകഞ്ഞു. അവൾ അല്പം ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് കരുതി ബെഡിലേക്ക് കയറി കിടക്കുകയാണ്. തലയൊക്കെ വെട്ടിപ്പൊളിക്കുന്നു. അനന്യേക്കാൾ പ്രശ്നക്കാരി ഊർമിളയാണ്. അത് ആരോഗ്യയ്ക്ക് പിടികിട്ടി. ആ, എന്തായാലും താൻ അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. താനോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ മറുപടി കൊടുക്കും, അത്രമാത്രം. ആരോഗ്യം ഓർത്തു. ഒരുപാട് നേരം കടയിൽ നിന്നതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ആരോഗ്യയ്ക്ക് ക്ഷീണം കാരണം കണ്ണുകൾ അടഞ്ഞുപോയി. ഇടയ്ക്ക് വസുധ വന്ന് നോക്കിയപ്പോൾ ആരോഗ്യം നല്ല ഉറക്കത്തിലായിരുന്നു. വസുധ പിന്നെ അവളെ ശല്യപ്പെടുത്താൻ നിൽക്കാതെ നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഊർമിളയാണെങ്കിൽ ഈ സമയത്ത് അനന്യയോടൊപ്പം അവളുടെ മുറിയിലായിരുന്നു. ആ പെൺകോന്തൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത സാരിയുടെ വില നീ കണ്ടോടി മോളെ? ഊർമിള ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ കണ്ടമ്മേ. ഏട്ടൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുത്തതല്ലേ. ഏട്ടൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുമുണ്ട്. പിന്നെ നമ്മളതിലൊക്കെ എന്ത് അഭിപ്രായം പറയാനാ? എന്നാലും എൻ്റെ പൊന്നുമോളെ, അഷ്ടയ്ക്ക് വകയില്ലാതെ കിടന്നവളുടെയൊക്കെ അഹങ്കാരം കണ്ടോ? ഇച്ചിരി തൊലിവെളുപ്പുണ്ടെന്ന് കരുതി അവളെ എടുത്ത് ഇവൻ തലയെ കെട്ടി വെച്ചേക്കുവാ. കാണാം
അവന്റെ കാത് കടിച്ചു പറിച്ചിട്ട് അവൾ അവളുടെ വഴിക്ക് പോകുന്നത്. ഏയ്, ഇല്ലമ്മേ, അവള് ബുദ്ധിമതിയാണ്. അവൾക്ക് തഞ്ചത്തിലും നയത്തിലും ഒക്കെ നിൽക്കാൻ അറിയാം. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് തന്നെ ഏട്ടനെ കുപ്പിയിലാക്കാൻ അവൾക്ക് കഴിഞ്ഞത്. വെറുതെ മോളെ, അവളിങ്ങി വരട്ടെ. ഈ ഊർമിളയുടെ തട്ടകത്തി കിടന്ന് ആളാകാമെന്നൊന്നും അവൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഊർമിള എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ച മട്ടിൽ പറഞ്ഞു. ദേ അമ്മേ, വേണ്ട കേട്ടോ. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും പോയി തലവെച്ച് കൊടുത്തേക്കരുത്. ഏട്ടനെ ശരിക്കും അറിയാലോ അമ്മയ്ക്ക്. പിന്നെ അവൻ ആരാണെന്ന് അവന്റെ വിചാരം? ഈ കണ്ട സ്വത്തൊക്കെ ഇത്രയാക്കി വെച്ചത് അവന്റെ അച്ഛനും കൂടി ചേർന്നാ. അല്ലാതെ ഇന്നലെ പൊട്ടിമുളിച്ച അവൻ തന്നെത്താനെ കെട്ടിപ്പടുത്തതൊന്നുമല്ല. നമ്മുടെ സ്ഥാപനങ്ങളുടെയൊക്കെ പിന്നിലുള്ള നിന്റെ അച്ഛന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൻ എന്നെ ഭരിക്കാൻ വന്നാൽ ശരിക്കും വിവരം അറിയും. അവൻ ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യം എന്ന് വെച്ചാൽ ഏട്ടന് ജീവനാ. അവളില്ലാതെ ഏട്ടനൊരു നിമിഷം പോലും പറ്റില്ല. ഇന്ന് എന്നെ കണ്ടില്ലേ, അവൾക്കൊരു ചെറിയ തലവേദന വന്നപ്പോ ഏട്ടനങ്ങ് ടെൻഷനായി പോയത്. ബാമെടുത്ത് പുരട്ടി കൊടുക്കുന്നു, അവൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു, അവളുടെ അടുത്തിരിക്കുന്നു, തഴുകുന്നു, തലോടുന്നു. എന്തൊക്കെ കോപ്രായങ്ങളായിരുന്നു. എത്ര പെണ്ണുങ്ങൾ അവിടെ കൂടി നിന്നത്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചല്ലേ രണ്ടിന്റെ സ്നേഹപ്രകടനം. അനന്യ അവജ്ഞയോടെ പറഞ്ഞു. ഇങ്ങ് വരട്ടെ, അവളുടെ പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാം മോളെ. അമ്മേ, വേണ്ടാത്ത കാര്യത്തിലൊന്നും എടുത്തു ചാടിച്ചെന്ന് ഇടപെടാൻ നിൽക്കരുത്. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ പിന്നെ നമുക്കൊക്കെ വലിയ സങ്കടാകും. എന്ത് സങ്കടം? പോകാൻ പറ. എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ തന്നെ ഈ വീടും ഇവിടുത്തെ പ്രോപ്പർട്ടീസും ഒക്കെ എന്റെ പേരിലുള്ളതാ. നമ്മുടെ ഓഫീസാണെങ്കിൽ അച്ഛന്റെ പേരിൽ. ഞങ്ങളുടെയൊക്കെ കാലശേഷമേ അവനും നിങ്ങൾക്കും ഒക്കെ ഇതിൽ അവകാശമുള്ളൂ. അതുകൊണ്ട് അവന്റെ ചോര തിളച്ചാൽ കയ്യും പിടിച്ച് ഇവിടെ നിറക്കി വിടിഞ്ഞാന്. ഈ ഊർമിള ആരാണെന്ന് അവന് ശരിക്കും അറിഞ്ഞുകൂടാ. ഊർമിള തന്റെ മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞപ്പോ അനന്യ താടിക്ക് കയ്യും കൊടുത്ത് അമ്മയെ നോക്കി. ഇതൊന്നും ആരും അറിയരുത് കേട്ടോ അമ്മേ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാകും ഇവിടുന്ന് ആദ്യം ഇറങ്ങേണ്ടി വരുന്നത്. വെറുതെ മോളെ, ഒന്നും നടക്കില്ല. എനിക്കുള്ള അവകാശം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അവനും അവന്റെ ഭാര്യയും ഇവിടെ നിന്ന എന്തെങ്കിലും നക്കാപ്പിച്ച ഞങ്ങളുടെ കാലശേഷമെങ്കിലും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിച്ചോളും. ആനന്ദൻ മുറിയിലേക്ക് കയറി വന്നപ്പോഴാണ് അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം നിന്നത്. അനന്യമോളെ, അച്ഛനൊരു കോഫി എടുക്കാൻ പറയൂ. ആനന്ദം പറഞ്ഞതും അനന്യ തല കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പ്രിയങ്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അനന്യ ഒരിത്തിരി മാറിയിട്ടുണ്ടെന്ന് ഊർമിളയ്ക്ക് തോന്നി. അല്ലായിരുന്നെങ്കിൽ അവളുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആരോഹിക്ക് 5 പവന്റെ മാല അക്ഷത് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു പകരമായി ഒരു 3 പവന്റെയെങ്കിലും അവൾ തങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചേനെ. എന്നിട്ടും തന്റെ മകള് ഒരു ചെറിയ ഡയമണ്ടിന്റെ പെൻഡന്റ് വേണമെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖം മാറിയല്ലോ. ഓർക്കും തോറും ഊർമിള പല്ലെറുമി. എന്താടോ, എന്തു പറ്റി? ആനന്ദൻ അവളുടെ ചുമലിൽ തലോട് ചോദിച്ചു. ഓ, എന്ത് പറയാനാ ഏട്ടാ, ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മോനാകെ മാറിപ്പോയല്ലോ. ആര്? അക്ഷിതോ? അല്ലാതെ നമുക്ക് വരെ മകനില്ലല്ലോ. താൻ എന്താണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവൻ എവിടെ മാറിയെന്നാ? ഏട്ടൻ കണ്ടില്ലേ, ഇന്ന് ആരോഗ്യം വന്നപ്പോ അവൻ നമ്മളെയൊക്കെ തഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അത് തന്റെ തോന്നലല്ലേ, അത് ശരിയാകണമെന്നില്ലല്ലോ. ഏട്ടാ, നമ്മളൊക്കെ വാങ്ങിയ ഡ്രസ്സ് പോലും ഒന്ന് കാണാൻ അവൻ നിന്നില്ല. എന്നോട് സാരി എടുത്തോന്ന് പോലും അവൻ ചോദിച്ചില്ല. ആരോഗ്യക്കും അവനും വളരെ താല്പര്യത്തോടെ ഉള്ളതെടുത്തു. ബാക്കിയുള്ളവരുടെ കാര്യം പോലും അവൻ ചിന്തിച്ചില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കത് ഓർക്കുമ്പോ കണ്ണു നിറയുക. ഊർമിള എങ്ങനെയൊക്കെയോ കണ്ണുകളിൽ ഒരിത്തിരി കണ്ണീര് വരുത്തിക്കൊണ്ട് അയാളെ നോക്കി പറഞ്ഞു. എടോ, അവരുടെ ബിഗ് ഡേ അല്ലേ വരാൻ പോകുന്നത്. അപ്പൊ അവർ രണ്ടാളും അല്ലേ അതിൽ സ്റ്റാറായിട്ട് തിളങ്ങേണ്ടത്. അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കി ഡ്രസ്സ് സെലക്ട് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലുള്ളതും മേടിക്കാം. അതിൽ താൻ ഇങ്ങനെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ വലിയ കഷ്ടമാണ് കേട്ടോ. ആനന്ദൻ ഭാര്യയുടെ അരികിലിരുന്ന് അവളെ ചുമരിലൂടെ ചേർത്ത് പിടിച്ചു. തനിക്ക് എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ വാങ്ങിത്തരത്തില്ലേ. പിന്നെന്തിനാ ഇത്രയ്ക്ക് സങ്കടം? എന്നാലും മോൻ, അവനെ ഞാൻ എങ്ങനെ സ്നേഹിച്ചതാ. എന്നിട്ടിപ്പോ ആരോഗ്യം കണ്ടപ്പോ അവൻ എന്നെ വേണ്ടല്ലോ. ഏയ്,
ഇതൊക്കെ ചീപ്പ് അമ്മായിമ്മമാരുടെ സെന്റിമെന്റ്സ് ആണ് കേട്ടോ. താൻ ഇങ്ങനെയൊന്നും ഓർക്കുകയരുത്. ഒരുമാതിരി മെഗാ സീരിയലിലെ അമ്മായിമ്മയെ പോലെ പെരുമാറാൻ നിന്ന നമ്മുടെ കുടുംബത്തിലെ സമാധാനമാകും പോകുന്നത്. അയാൾ ഊർമിളയെ ഒരല്പം വില കുറിച്ച് പറഞ്ഞതും അവൾക്കതൊരു മാനക്കേടായി തോന്നി. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ ഏട്ടാ. അല്ലാതെ ഒരിക്കലും ആരോഗ്യയോട് ഞാൻ ഒരു പോരും കാണിക്കില്ല. എൻ്റെ അനനെയും അല്ലിയെയും പോലെ തന്നെയാണ് അവളും. പെൺമക്കളേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് അക്ഷകനെയാണ്. അതുപോലെ തന്നെയായിരിക്കും അവൻ്റെ ഭാര്യയും. രണ്ടുപേരും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ തന്നെയാണ്. ഊർമിള തന്ത്രപൂർവ്വം പറഞ്ഞു നിർത്തി. തുടരും. കഥ ഇഷ്ടമെങ്കിൽ വായിച്ചിട്ട് സപ്പോർട്ട് തരാൻ മറക്കല്ലേ.